ഞാൻ പാർവതിയെ കാണാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു. പാർവതി വഴിക്ക് വീണെന്ന് മാത്രമേ ഞാൻ അറിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും പരിക്ക് പറ്റിയെന്ന് അറിഞ്ഞില്ല. ഇത്രയും വൈകി പിന്നെ എന്തിനാ ജോലിക്ക് വന്നത്? പ്രിയൻ, എന്തിനാ പാർവതിയെ കൂട്ടിക്കൊണ്ട് വന്നത്? പ്രിയൻ ചേട്ടനോട് ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞത് ഞാനാ. എനിക്ക് എങ്ങനെയും ഈ മത്സരത്തിൽ പങ്കെടുത്തേ പറ്റൂ. പക്ഷേ ഇപ്പോഴത്തെ പാർവതിയുടെ അവസ്ഥയില് എങ്ങനെ മത്സരിക്കാനാ? നിനക്ക് കൂടുതൽ പരിക്ക് പറ്റാനോ മറ്റസുഖങ്ങൾ വരാനോ സാധ്യത കൂടുതലാ. പാർവതി വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. സാർ എന്നോട് കാണിക്കുന്ന കരുതലിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെ സാറിനോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. അതുപോലെ തന്നെ മത്സരിക്കാനുള്ള എന്റെ തീരുമാനത്തിനെ സാറും ബഹുമാനിക്കണം. സാർ ഈ മത്സരം എന്തുദ്ദേശത്തോടെയാണ് നടത്തുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ദൈവമായിട്ട് എനിക്ക് കാണിച്ചെന്ന വഴിയാ. എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല. എന്നെ തടക്കരുത്. പാർവതി മത്സരത്തിൽ ജയിക്കണമെന്ന് എന്റെ അത്ര ആഗ്രഹിക്കുന്ന വേറെ ആരും ഇവിടെ ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോ പാർവതി മത്സരിക്കാൻ പറ്റിയൊരു അവസ്ഥയിലല്ല. ആരോഗ്യം കളഞ്ഞിട്ട് എന്ത് നേടിയിട്ട് ഒരു കാര്യമില്ല. പ്ലീസ് സർ, ഇതിനേക്കാളും നല്ലൊരു അവസരം എനിക്ക് കിട്ടില്ല. എനിക്ക് മത്സരിച്ചേ പറ്റൂ. പ്രിയൻ, പാർവതി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക. പാറു പറയുന്നതിലും കാര്യമുണ്ട് സർ. അവൾക്ക് ജയിക്കാൻ കഴിയുന്ന നല്ല വിശ്വാസമുണ്ട്. അപ്പൊ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. സാറ് എന്നെ വിശ്വസിച്ചാ മതി. ഞാൻ ജയിച്ചു കാണിക്കാം. എനിക്ക് ഈ അവസ്ഥയിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ചിലർ ഈ കമ്പനിക്കകത്തുണ്ട്. എന്നെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് അവരെയൊക്കെ എനിക്ക് തെളിയിച്ചു കാണിക്കണം. അവരൊക്കെ എന്നെ എത്ര തളർത്താൻ ശ്രമിച്ചാലും എന്റെ കുടുംബത്തിന് വേണ്ടി അവസാന ശ്വാസം വരെ ഞാൻ പൊരുതും. അങ്ങനെ പൊരുതിയിട്ട് തോൽക്കുന്നതിലും ഒരു അന്തസ്സുണ്ട്. ഇങ്ങനെ മത്സരത്തിൽ നിന്ന് പേടിച്ചോടുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല സർ. ഇത്രയൊക്കെ പരിക്ക് പറ്റിയിട്ടും മത്സരിക്കണം, ജയിക്കണം എന്നൊക്കെ ചിന്തിക്കാൻ പാർവതിക്ക് കഴിയുന്നത് തന്റെ മനക്കരുത്തിന്റെ ലക്ഷണമാണ്. ഐ എം പ്രൗഡ് ഓഫ് യു. തന്റെ ആത്മവിശ്വാസം തന്നെ ജയിപ്പിക്കും. ഓൾ ദി ബെസ്റ്റ്. എന്താടാ നിന്റെ പാറു വരണില്ലല്ലേ? സാറെല്ലാം അറിഞ്ഞിട്ടല്ലേ ബെറ്റ് വെച്ചത്. അതെന്റെ പിടിക്കടാ. നീ എന്തായാലും തോറ്റു. ഇനി ആണുങ്ങളെ പോലെ കാശ് തന്നൂടെ? ഓൺലൈനായിട്ട് അയച്ചാലും മതിട്ടാ. ഇവൾക്ക് എണീറ്റെടുക്കാൻ പോലും പറ്റില്ല എന്ന് നീയല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇത് സിമ്പിളായിട്ട് വന്നല്ലോ. നീ എന്തിനാ പാറു ഈ അവസ്ഥയിൽ ജോലിക്ക് വന്നത്? എനിക്ക് എങ്ങനെയെങ്കിലും ഈ മത്സരത്തെ ജയിക്കണം. ചേച്ചിയുടെ കല്യാണം എനിക്ക് ഭംഗിയായിട്ട് നടത്തണം. അതിന് വേറെ വഴിയില്ല. അതിന് നീ എന്തിനാ ഇങ്ങനെ ആരോഗ്യം കളയുന്നത്? ഞങ്ങളിൽ ആര് ജയിച്ചാലും ആ കാശ് നിനക്ക് തരാം. അത് വേണ്ട ചേച്ചി. ഞാൻ മത്സരത്തിൽ പങ്കെടുക്കാതിരിക്കാൻ ആരോ കരുതിക്കൂട്ടി എന്നെ വീഴ്ത്തിയതാ. അവരെന്തൊക്കെ ചെയ്താലും എന്നെ തടുക്കാൻ കഴിയില്ലെന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ടേ? അതിനാ ഞാൻ വന്നത്.